ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയത് മലപ്പുറം മഅ്ദിൻ സ്കൂളിലെ പ്യൂൺ പനങ്ങാങ്കര സ്വദേശി അബ്ദുൾ നാസറിനെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് നാസറിനെ അറസ്റ്റ് ചെയ്തത്. MS സൊല്യൂഷൻസ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിനാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. മുൻപ് ഒരുമിച്ച് ജോലി ചെയ്ത പരിചയം മുതലെടുത്താണ് ചോദ്യപേപ്പർ ചോർത്തിയത്. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. ക്വസ്റ്റ്യൻ പേപ്പർ SSLCയിലെ +1 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് കേസ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതിൽ ഒന്നാം പ്രതി ഒഴിച്ച് 2-3 പ്രതികളെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫഹദ്, ജിഷ്ണു എന്ന പേരുള്ള 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോഴ്സിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമ്മൾ സ്കൂളിലെ മഅ്ദിൻ ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളാണ് മലപ്പുറം ജില്ലയിലെ. 10ാം ക്ലാസ്സിലെയും +1ലെയും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്ന കേസിലാണ് ക്രൈംബ്രാഞ്ച് നിർണായക അറസ്റ്റ് നടത്തിയത്. മലപ്പുറം മേൽമുറിയിലെ മഅ്ദിൻ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൾ നാസറാണ് അറസ്റ്റിലായത്. ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയാണ് മലപ്പുറം പനങ്ങാങ്കര സ്വദേശി അബ്ദുൾ നാസറിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 4ാം പ്രതിയാണ് പിടിയിലായ നാസർ. മഅ്ദിൻ അൺഎയ്ഡഡ് സ്കൂളിൽ 7 വർഷത്തോളമായി ജോലി ചെയ്യുകയാണ് നാസർ. ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേസിലെ 2ാം പ്രതിയായ MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അബ്ദുൾ നാസറിനെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തുടർന്ന് നാസറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ നാസർ കുറ്റം സമ്മതിച്ചു. 4 സയൻസ് വിഷയത്തിലെ ചോദ്യപേപ്പറാണ് നാസർ ഫഹദിന് അയച്ചു കൊടുത്തത്. ചോദ്യപേപ്പറിന്റെ കവറിന്റെ പിൻവശം പൊട്ടിച്ച് ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്ത ശേഷം നാസർ ഫഹദിന് അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യപേപ്പറിന്റെ കവർ പഴയതുപോലെ ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, +1 ഗണിതശാസ്ത്രം, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ചോദ്യപേപ്പറുകളാണ് ചോർത്തിയത്. നാസറിന് പ്രതിഫലം ലഭിച്ചതായി സമ്മതിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. അതേസമയം സ്കൂൾ അധികൃതർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും. എന്നാൽ സ്കൂൾ അധികൃതർ അറിയാതെയാണ് താൻ ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. കഴിഞ്ഞ വർഷവും ഫഹദിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയിരുന്നതായി നാസർ സമ്മതിച്ചിട്ടുണ്ട്. അബ്ദുൾ നാസർ ജോലി ചെയ്യുന്ന മഅ്ദിൻ സ്കൂളിലാണ് മുൻപ് ഫഹദും ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധം മുൻനിർത്തിയാണ് ചോദ്യപേപ്പർ ചോർത്തിയത്. അതേസമയം സംഭവത്തോടെ നാസറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി മഅ്ദിൻ സ്കൂൾ അധികൃതർ അറിയിച്ചു. കേരള വിഷൻ, കോഴിക്കോട്.